Hi dear students. Today we are going to deal about biological evolution, the theories relating to it and human evolution. Jiva Parinama. Evolution of life forms, organisms is called biological evolution or bioevolution. അതായത് ജീവജാലങ്ങളുടെ പരിണാമം അതാണ് ജീവപരിണാമം. ദറ്റ് ഈസ് ഓർഗാനിസത്തിൻ്റെ evolution, the transformation or the gradual or slow or fast or what type of changes occurring in an organism. It is called biological evolution or bioevolution. The important theories of biological evolution are ബയോളജിക്കൽ എവല്യൂഷനുമായി ബന്ധപ്പെട്ട് 3 തിയറീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്, Darwin's theory of natural selection, mutation theory of evolution. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തിയറി നോക്കാം. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്, ലാമാർക്സ് തിയറി ഓഫ് എവല്യൂഷൻ. സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം. അപ്പോൾ ലാമാർക്സ് തിയറി ഓഫ് എവല്യൂഷൻ, ലാമാർക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ജിറാഫിൻ്റെ കഥയാണ് ഓർമ്മ വരുന്നത്. ജിറാഫിൻ്റെ നെക്കുമായി ബന്ധപ്പെട്ട ഒരു എവല്യൂഷണറി തിയറിയാണത്. ഇത് പക്ഷേ ഒരു ഫെയിലിയറാണ്. ദിസ് തിയറി was put forward by the French naturalist Jean-Baptiste de Lamarck in 1809. ഫുൾ നെയിം പഠിച്ചില്ലെങ്കിലും ലാമാർക്ക് എന്നുള്ള പേരെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്തത് ലാമാർക്കാണ്, ഫ്രഞ്ച് നാച്ചുറലിസ്റ്റാണ്. 1809 ഈ തിയറി പ്രൊപ്പോസ് ചെയ്തത്. അക്കോർഡിംഗ് ടു ലാമാർക്ക്, എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ് ഒക്കേർഡ് ഡ്യൂ ടു യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്. ഇപ്പോൾ ലാമാർക്ക് പറയുന്നത് എന്താ വെച്ചാൽ, എവല്യൂഷൻ ഉണ്ടായത് ചില ഓർഗൻസിൻ്റെ യൂസും ചില ഓർഗൻസിൻ്റെ ഡിസ്യൂസും, അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള അവയവങ്ങളും കൂടുതലായി ഉപയോഗിക്കുന്ന അവയവങ്ങളും, ഇതുമായി ബന്ധപ്പെട്ട എവല്യൂഷണറി തിയറിയാണ് ലാമാർക്ക് പ്രപ്പോസ് ചെയ്തത്. അതായത് കൂടുതലായി ഉപയോഗിക്കുന്ന ഓർഗൻസ് നല്ല രീതിയിൽ എവല്യൂഷൻ നടന്നു. ഉപയോഗശൂന്യമായ അവയവങ്ങൾ, ദാറ്റ് ഈസ് നമ്മൾ തീരെ യൂസ് ചെയ്യാത്ത ഓർഗൻസ് പതുക്കെ ഇല്ലാതായി. ദേ ജസ്റ്റ് ഗോട്ട് ഡിസപ്പിയർഡ്. ഫോർ എക്സാമ്പിൾ, ജിറാഫ്സ് ഇനീഷ്യലി ഡിഡ് നോട്ട് ഹാവ് ലോങ് നെക്സ്. അതായത് ലാമാർക്കിൻ്റെ തിയറി പ്രകാരം പണ്ട് ജിറാഫിന് നീണ്ട നെക്കൊന്നും ഉണ്ടായിരുന്നില്ല, നീണ്ട കഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ടു ആക്സസ് ലീവ്സ് ഓൺ ടോൾ ട്രീസ് ദേ ഹാഡ് ടു അഡാപ്റ്റ് ബൈ ഇലോങ്ങേറ്റിംഗ് ദെയർ നെക്സ്. പക്ഷേ ആദ്യം താഴത്തെ ഈ കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫുഡ് ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ ഫുഡ് ലിമിറ്റഡ് ആയപ്പോൾ പിന്നെ ചെറിയ മരങ്ങൾ, പിന്നെ അതിനെക്കാട്ടിലും ഹൈറ്റുള്ള മരങ്ങളുടെ ലീവ്സൊക്കെ അവർക്ക് ഭക്ഷിക്കണം. അപ്പോൾ ടോൾ ട്രീസിൻ്റെ ലീവ്സിനൊന്നും ആക്സസ് കിട്ടാതെ ആയപ്പോൾ ഈ നെക്ക് അവർക്ക് വലിയേണ്ടി വന്നു, ഇലോങ്ങേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ നെക്സ് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ഇത് അടുത്ത ജനറേഷനിലേക്ക് കൈമാറി. അങ്ങനെ ഡ്യൂറിങ് ദെയർ ലൈഫ് ടൈം, അതായത് ജീവിക്കുമ്പോൾ അവർ എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് അവർ ഇൻഹെറിറ്റ് ചെയ്യുന്നത്, അവർ അടുത്ത ജനറേഷനിലേക്ക് അത് കൈമാറി. അങ്ങനെ ജിറാഫിൻ്റെ അടുത്ത ജനറേഷനിലൊക്കെ കുറച്ചുകൂടി നീണ്ട കഴുത്ത് വന്നു എന്നാണ് ലാമാർക്ക് പറയുന്നത്. ദിസ് തിയറി ഈസ് നോ മോർ അക്സെപ്റ്റഡ്. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഈ തിയറി ഒരു ഫെയിലിയറാണ്. അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ലാമാർക്ക് പറഞ്ഞ അക്വയർഡ് ക്യാരക്ടർ പറഞ്ഞാൽ എന്താണ്? സ്വയാർജിത സ്വഭാവങ്ങൾ. That is, the characters acquired during the life of an organism are called acquired characters. അതായത് ഒരു ജീവിക്കുമ്പോൾ, ദാറ്റ് ഈസ് വെൻ an organism lives, ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാനിൽ എന്തൊക്കെ സ്വഭാവങ്ങൾ അവർ പഠിച്ചെടുക്കുന്നു, അതിനെയൊക്കെയാണ് അവർ അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്.
According to Lamarck, the acquired characters are transmitted to the next generation. അപ്പോൾ ജീവിതകാലം മുഴുവനും അവർ പല സ്വഭാവങ്ങൾ അവർ നേടിയെടുക്കുന്നുണ്ട്. ഇത് അവർ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇൻഹെറിറ്റഡ് ക്യാരക്ടേഴ്സ് ആവുകയാണ്. ഫോർ എക്സാമ്പിൾ, ദ ലോങ് നെക്ക്, ദ ഫോർ ലിംബ് ഓഫ് ജിറാഫ്, ഇതെല്ലാം ജിറാഫിൻ്റെ അക്വയർഡ് ക്യാരക്ടറാണ്. ദാറ്റ് ഈസ്, ഇറ്റ് ഹാസ് ഇൻഹെറിറ്റഡ് ദിസ് ക്യാരക്ടർ ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് സ്പാൻ. ആസ് എ റിസൾട്ട് ദ മോഡേൺ ജിറാഫ് ഇവോൾവ്. അങ്ങനെയാണ് ഇപ്പം കാണുന്ന ജിറാഫ് ഇവോൾവ് ചെയ്തത്. The second theory is Darwin's theory of natural selection. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. The main features of Darwin's theory of natural selection are as follows. അപ്പോൾ ഡാർവിൻസ് തിയറിയുടെ നാച്ചുറൽ സെലക്ഷൻ, ഇതിൽ പ്രധാനപ്പെട്ട 4 to 5, ദാറ്റ് ഈസ് 5, ഇതിൻ്റെ ടേംസ് ഇതേ ഓർഡറിൽ പഠിച്ചിരിക്കണം. ഇത് ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിലും ചോദിക്കാറുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. സോ വിച്ച് ഇസ് ദ ഫസ്റ്റ് ഫീച്ചർ? ഓവർ പ്രൊഡക്ഷൻ, അമിതോൽപാദനം. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഓർഗാനിസംസ് മൾട്ടിപ്ലൈ, പ്രൊഡ്യൂസ് ദെയർ ഓഫ് സ്പ്രിങ്സ്, and they produce many offsprings so that some of them can survive. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓർഗാനിസംസ്, അതായത് ജീവികൾ അവരുടെ നമ്പേഴ്സ് കൂട്ടാൻ വേണ്ടി ധാരാളം ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ധാരാളം പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എല്ലാവരും സർവൈവ് ചെയ്യണമെന്നില്ല. അതിലപ്പോൾ കുറച്ചെങ്കിലും സർവൈവ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സാധാരണ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയാറുള്ളത്, ലാർജ് ഓർഗാനിസംസ് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലാർജ് ആവും തോറും ഓഫ്സ്പ്രിങ്സിൻ്റെ എണ്ണം കുറയും എന്നാണ് പറയുന്നത്. അതേമാതിരി സ്മോൾ ആനിമൽസ് ലൈഫ് സ്പാൻ വളരെയധികം കുറവായ കാരണം ലാർജ് ആനിമൽസിന് ലൈഫ് സ്പാൻ കൂടുതലാണ്, സ്മോൾ ആനിമൽസിന് ലൈഫ് സ്പാൻ കുറവാണ്. അപ്പോൾ അവർ ആ കുറഞ്ഞ സമയത്തിന് ഓഫ് സ്പ്രിങ്സ് ഒരുപാടെണ്ണം പ്രൊഡ്യൂസ് ചെയ്യും, അതിൽ കുറച്ചെങ്കിലും സർവൈവ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളിതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നില്ല, എന്നാലും കുറച്ചുകൂടി ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇപ്പോൾ ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് റീപ്രൊഡക്ഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ധാരാളം ഓഫ് സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ന്യൂമറസ് ഓഫ് സ്പ്രിങ്സ്, many offsprings, that is in much more numbers, so they can possibly survive. Some of them can survive at least. Then the second point is struggle for existence, നിലനിൽപ്പിനായുള്ള സമരം. As the space and food available is limited. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഫാക്ടേഴ്സ് പഠിച്ചു. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ലിമിറ്റഡ്? ഫുഡ്, സ്പേസ്, ഷെൽട്ടർ. അപ്പോൾ ഇത് ലിമിറ്റഡ് ആകുമ്പോൾ, ലിമിറ്റഡ് മീൻസ് കോമ്പറ്റീഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻഡിവിജ്വൽസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ ജയിക്കുന്നവർ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിനായുള്ള സമരം. ആസ് ദ സ്പേസ് ആൻഡ് ഫുഡ് അവൈലബിൾ ഇസ് ലിമിറ്റഡ്, ദ ഇൻഡിവിജ്വൽസ് കമ്പീറ്റ് എമംഗ് ദംസെൽസ്. കംപ്ലീറ്റ് എന്നല്ല, കമ്പീറ്റ് എന്നാണ് കേട്ടോ. Then comes the third one, വേരിയേഷൻ, സ്വഭാവ വ്യതിയാനങ്ങൾ. ഓർഗാനിസംസ് ഷോ വേരിയേഷൻ എമംഗ് ദംസെൽസ്. അത് നമുക്കറിയാം അല്ലേ? മനുഷ്യനും കുരങ്ങനും ഒന്നല്ല, പന്നി, നായ, പൂച്ച, ഹോഴ്സ്, എല്ലാ ആനിമൽസും തമ്മിൽ കാണാൻ ഡിഫറെൻ്റ് ആണ്. വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്, കുറേ ഡിഫറൻസസ് കാണിക്കുന്നുണ്ട്. ഈ വേരിയേഷൻസ് എന്തുകൊണ്ടാവാം? ഒന്നെങ്കിൽ അവർ ഇരിക്കുന്ന ഹാബിറ്റാറ്റും ഉണ്ടാവും, അവരുടെ ചുറ്റും അവരുടെ സറൗണ്ടിങ്സ്, അവരുടെ നാച്ചുറൽ എൻവയൺമെൻറ്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർ ഇൻഹെറിറ്റ് ചെയ്യുന്ന ജീൻസ് കൊണ്ടാവാം. അപ്പോൾ ഡ്യൂ ടു ഡിഫറെൻറ്റ് റീസൺസ് ദെയർ ഒക്കേഴ്സ് വേരിയേഷൻസ് എമംഗ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗാനിസംസ്. ദാറ്റ് ഈസ് വിച്ച് കുഡ് ബി ദ റീസൺസ്? ജനറ്റിക് ഓർ എൻവയൺമെൻറ്റൽ. Then the fourth factor is survival of the fittest. അർഹതയുള്ളവയുടെ അതിജീവിക്കൽ.
Only those individuals which have favorable variations survive and reproduce. അപ്പോൾ എൻവയൺമെൻറ്റിന് പറ്റുന്ന ഇൻഡിവിജ്വൽസ് ആ പ്രത്യേക അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് എൻവയൺമെൻറ്റിൽ ജീവിക്കാൻ പറ്റുന്ന ആനിമൽസിനെ മാത്രം നേച്ചർ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ദേ റീപ്രൊഡ്യൂസ്. ദേ പ്രൊഡ്യൂസ് പ്രോജനി. ദേ കണ്ടിന്യൂ ദെയർ ജനറേഷൻ. പക്ഷേ ആ ഒരു ഹാബിറ്റാറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ആനിമൽസ് ഉണ്ടാവും. ദേ ജസ്റ്റ് ഡിസപ്പിയർ. ദേ ജസ്റ്റ് ഗോട്ട് പെരിഷ് അവേ. This is termed differential reproduction. ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതായത് സർവൈവ് ചെയ്യാൻ പറ്റുന്നതിന് മാത്രം സർവൈവ് ചെയ്യാൻ ദേ പ്രൊഡ്യൂസ് ദ പ്രോജനി. ദ അതേഴ്സ് ജസ്റ്റ് ഗോ അവേ. Thus nature selects the fittest and eliminates the unfit. ഇപ്പോൾ പ്രകൃതി എന്ത് ചെയ്യും? ആ ഫിറ്റായിട്ടുള്ള ജീവിയെ മാത്രം സെലക്ട് ചെയ്യും, അല്ലാത്തതിനെ അൺഫിറ്റായിട്ടുള്ളവനെ കളയും, റിമൂവ് ചെയ്യും. This is called natural selection. Origin of species. പുതിയ വർഗത്തിൻ്റെ ഉൽപ്പത്തി. The process of variation and natural selection will result in the elimination of certain individuals. അതായത് വേരിയേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു, ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു, നേച്ചർ സെലക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെലക്ഷൻ പ്രോസസ്സ് നടക്കണ കാരണം ചില ഇൻഡിവിജ്വൽസ് തീരെ ഇല്ലാതാവും. ചില ഇൻഡിവിജ്വൽസ് അവരുടെ ജനറേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഈ ജനറേഷൻസ് ഉണ്ടാക്കുന്ന ഇൻഡിവിജ്വൽസ്, ആ ഒരു ഗ്രൂപ്പ്, അത് പിന്നീട് പുതിയ സ്പീഷീസ് ആകും. സോ origin of species is resulting from the variations and natural selection. അതാണ് പുതിയ വർഗത്തിൻ്റെ ഉൽപ്പത്തി. Microorganisms will take only hours or days to form a new species. അതായത് ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ കോവിഡ് ഇപ്പം 4-5 ഫോംസിലേക്ക്, ഡെൽറ്റ ക്രോൺ, ഒമിക്രോൺ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോൾ ഇങ്ങനെ മൈക്രോ ഓർഗാനിസംസ് കുറച്ച് മണിക്കൂറുകൾ മതി പുതിയ സ്പീഷീസ് ആവാൻ. പക്ഷേ അതിനെ കുറച്ചുകൂടി ബിഗ്, ദാറ്റ് ഈസ് ഫിഷ്, ഫൗൾ എന്ന് പറഞ്ഞാൽ ബേർഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫിഷ് അല്ലെങ്കിൽ ബേർഡ്, ഇവർ കുറച്ചുകൂടി ലാർജായ കാരണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ബിഗ്ഗറായ കാരണം, കുറച്ചുകൂടി കോംപ്ലെക്സിറ്റി ഉള്ള കാരണം ദേ ടേക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ്. എന്തിന്? എവല്യൂഷൻ നടക്കാൻ. The work of Thomas Malthus on populations influenced Darwin. അപ്പോൾ തോമസ് മാൽത്തൂസ് എന്ന് പറഞ്ഞ വലിയൊരു പോപ്പുലേഷൻ സ്റ്റഡി ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റ്, മൂപ്പര് വലിയൊരു ഈ ഒരു ഫീൽഡിൽ, പോപ്പുലേഷൻ സ്റ്റഡിയിൽ. അപ്പോൾ ഈ തോമസ് മാൽത്തൂസിൻ്റെ വർക്കിലാണ് ഡാർവിൻ കുറച്ചുകൂടി എവല്യൂഷൻ പഠിക്കാൻ സാധിച്ചത്. അത് ഹെൽപ്പ് ചെയ്തു. The two key concepts of Darwinian theory are, first one, branching descent, അതായത് അഡാപ്റ്റീവ് റേഡിയേഷൻ, ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. ഇപ്പോൾ ഡാർവിനിയൻ തിയറി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന 2 പോയിന്റുകളാണ്. ഒന്ന് അഡാപ്റ്റീവ് റേഡിയേഷൻ, പിന്നൊന്ന് നാച്ചുറൽ സെലക്ഷൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രാഞ്ചിങ് ഡിസെൻറ്റ്, അതായത് കോമൺ ആൻസിസ്റ്റർ അല്ല, പല ആൻസിസ്റ്റേഴ്സും അല്ലെങ്കിൽ പല എവല്യൂഷൻസും അറ്റ് എ ടൈം പല സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ചില ഇൻഡിവിജ്വൽസിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നു. ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് കാണിക്കുന്ന ഇൻഡിവിജ്വൽസിനെ മാത്രം നേച്ചർ സെലക്ട് ചെയ്യുന്നു. നേച്ചർ സെലക്ട് ചെയ്ത ഇൻഡിവിജ്വൽസ് കൂടുതൽ പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവർ കൂടുതലായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, പോപ്പുലേഷൻസ് ഉണ്ടാക്കുന്നു, അതേഴ്സ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഈ സർവൈവ് ചെയ്ത ഇൻഡിവിജ്വൽസ് ദേ ജസ്റ്റ് ഫോം ഇൻ ടു ന്യൂ സ്പീഷീസ്. ദെൻ കംസ് നാച്ചുറൽ സെലക്ഷൻ. നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് എഴുതാൻ പോണത്. ദ പ്രോസസ് ഓഫ് സെലക്ഷൻ ഓഫ് ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ്. അതായത് ഫേവറബിൾ വേരിയേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്പെസിഫിക് എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ പറ്റുന്ന ഓർഗാനിസംസ്.
ദാറ്റ് ഈസ് ആ ഒരു ഹാബിറ്റാറ്റ് ആ ഒരു ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യണം. So the process of selection of organisms with favorable variations is called natural selection. And survival of the fittest. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് മാത്രം സർവൈവ് ചെയ്യും. ദേ ജസ്റ്റ് പ്രൊഡ്യൂസ് എ ലോട്ട് ഓഫ് പ്രോജനി. ദ അതേഴ്സ് ഗെറ്റ് എലിമിനേറ്റഡ്. ആസ് ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് സ്ലോലി. ഇപ്പോൾ അക്കോർഡിംഗ് ടു ഡാർവിൻ എവല്യൂഷൻ ഈസ് വെരി ഗ്രാജുവൽ, വളരെ സ്ലോ ആണ്, അൺനോട്ടീസബിൾ ആണ്. യു കനോട്ട് നോട്ടീസ് എനി ചേഞ്ചസ്. ഇറ്റ് കനോട്ട് ബി നോട്ടീസ്ഡ് ഇൻ വൺ ജനറേഷൻ. അപ്പോൾ ഒരു ജനറേഷനിൽ തന്നെ ചേഞ്ചസ് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ നാച്ചുറൽ സെലക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫോളോയിങ് ഫാക്ച്വൽ ഒബ്സർവേഷൻസ്. ഇപ്പോൾ നാച്ചുറൽ സെലക്ഷൻ എന്ത് ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്? ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സസ്. ലിമിറ്റേഷൻസ് എന്തിൻ്റെയൊക്കെ കാര്യത്തിൽ? ഫുഡ്, സ്പേസ്, ഷെൽട്ടർ, ഈവൻ മേറ്റ്. The second one is stable population size except seasonal fluctuation. അതായത് പോപ്പുലേഷൻ സൈസ് വല്ലാതെ അങ്ങോട്ട് കുറയാതിരിക്കും. ദാറ്റ് ഈസ് ഒരു ആവറേജിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക. ഇപ്പോൾ സീസണൽ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ വേനൽക്കാലത്തെ ചൂട് കാരണം കുറേയൊക്കെ ഇല്ലാതാവുക, കുറേ നമ്പേഴ്സ് കുറയുക, അല്ലെങ്കിൽ വിൻ്റർ ആയിക്കോട്ടെ, മഴക്കാലം ആയിക്കോട്ടെ, ഫ്ലഡ് ആയിക്കോട്ടെ, earthquake. അപ്പം അങ്ങനത്തെ സീസണൽ ഫ്ലക്ച്വേഷൻസ് കാരണം അതിൻ്റെ എഫക്റ്റ് ഒഴികെ, ദാറ്റ് ഈസ് എക്സെപ്റ്റ് ദാറ്റ് സീസണൽ ഫ്ലക്ച്വേഷൻസ്, ഏകദേശം പോപ്പുലേഷൻ സൈസ് സ്റ്റേബിളായി മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ വേരിയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ. ഇപ്പോൾ ഒരു പോപ്പുലേഷനിൽ തന്നെ ചില ഗ്രൂപ്പുകൾക്ക് ചില വേരിയേഷൻസ് കാണാം. ദെൻ മോസ്റ്റ് ഓഫ് ദ വേരിയേഷൻസ് ആർ ഇൻഹെറിറ്റഡ്. ആൻഡ് ഈ വേരിയേഷൻസ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദേ ആർ ദെൻ ജസ്റ്റ് ട്രാൻസ്മിറ്റഡ് ടു ദ നെക്സ്റ്റ് generation. അപ്പോൾ ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സസ്, സ്റ്റേബിൾ പോപ്പുലേഷൻ സൈസ്, വേരിയേഷൻസ് ആൻഡ് ഇൻഹെറിറ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. Then comes mutation theory of evolution. This was put forward by Hugo D. Rice based on his work on evening prime rose. ഇപ്പോൾ ഈവനിങ് പ്രൈം റോസ് എന്ന ചെടിയിലാണ് ഹ്യൂഗോ ഡി റൈസ് ഈ മ്യൂട്ടേഷൻ തിയറി ഓഫ് എവല്യൂഷൻ പ്രപ്പോസ് ചെയ്തത്. അക്കോർഡിംഗ് ടു ഹിം, എവല്യൂഷൻ ഇസ് കോസ്ഡ് ബൈ സഡൻ ലാർജ് ഡിഫറൻസ് ഇൻ ദ പോപ്പുലേഷൻ. ആൻഡ് ദറ്റ് ഈസ് മ്യൂട്ടേഷൻ ആൻഡ് നോട്ട് ദ മൈനർ വേരിയേഷൻസ് ആസ് പെർ ഡാർവിൻ. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. അപ്പോൾ ഇതാണ് മെയിനായി നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം. ഡാർവിനിയൻ തിയറി പ്രകാരം സ്ലോ ആണ്, ഗ്രാജുവൽ ആണ്, അൺനോട്ടീസബിൾ ആണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹ്യൂഗോ ഡി റൈസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു ചേഞ്ച്, നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസ് ആണ് മ്യൂട്ടേഷൻ. ആൻഡ് ഈ മ്യൂട്ടേഷൻ കാരണമാണ് എവല്യൂഷൻ ഉണ്ടായത് എന്നാണ് ഹ്യൂഗോ ഡി റൈസ് പറയുന്നത്. ആൻഡ് മ്യൂട്ടേഷൻ കാരണം എങ്ങനെയാണ് സ്പീസിയേഷൻ ഉണ്ടായത്, എങ്ങനെ പുതിയ സ്പീഷീസ് ഉണ്ടായത്, ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് സോൾട്ടേഷൻ അല്ലെങ്കിൽ സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ. പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പിൽ തന്നെ പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നു. അതാണ് സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ. ദ നോട്ടീസബിൾ വേരിയേഷൻ. മ്യൂട്ടേഷൻസ് ആർ റാൻഡം, ഡയറക്ഷൻലെസ്. അതായത് ഇന്നതെന്നില്ല, മറ്റേത് പറഞ്ഞ പോലെ ആ ഹാബിറ്റാറ്റിനനുസരിച്ച് എവല്യൂഷൻ നടന്നു, ആ എൻവയൺമെൻറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റാറ്റിനനുസരിച്ച് ഫേവറബിൾ വേരിയേഷൻസ് ഉണ്ടായി. അപ്പം അങ്ങനെയല്ല എന്നാണ് പറയുന്നത്, റാൻഡമാണ്, ഡയറക്ഷൻലെസ് ആണ്. ഇൻ കോൺട്രാസ്റ്റ് ടു സ്മോൾ ഡയറക്ഷണൽ വേരിയേഷൻസ് ആസ് പെർ ഡാർവിൻ. അപ്പോൾ എക്സാമിന് മ്യൂട്ടേഷൻ തിയറി ഓഫ് ഹ്യൂഗോ ഡി റൈസും ഡാർവീനിയൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ കമ്പാരിറ്റീവ് സ്റ്റഡി ചോദിക്കാം. ഓക്കെ, now we can see the mechanism of evolution. പരിണാമത്തിൻ്റെ പ്രവർത്തന വിധം. ഇപ്പോൾ ഗ്രിഗർ മെൻഡൽ proposed that inheritable factors influence phenotype. ഇപ്പോൾ ഗ്രിഗർ ജോൺ മെൻഡൽ നമ്മൾ നേരത്തെ പഠിച്ചൊരു വ്യക്തിയാണ് അല്ലേ, പഠിച്ചൊരു സയൻറ്റിസ്റ്റാണ്, ഫാദർ ഓഫ് ജെനറ്റിക്സ് ആണ്. ഇപ്പോൾ ഇവർ പറഞ്ഞത്
ഈ ഇൻഹെറിറ്റ് ചെയ്ത ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഇൻഹെറിറ്റ് ചെയ്ത ക്യാരക്ടേഴ്സ്, ആ ജീൻസ്, അപ്പോൾ ജീൻസ് കാരണം ഫീനോടൈപ്പ് ചേഞ്ച് ചെയ്യാം. പക്ഷേ ഡാർവിൻ ഇത് സപ്പോർട്ട് ചെയ്തതുപോലെ ഇതിനെക്കുറിച്ച് ഒരു ഒപ്പീനിയനും പറഞ്ഞില്ല. അപ്പോൾ 1901 ഹ്യൂഗോ ഡി റീസ് 1848 to 1935 പ്രപ്പോസ്ഡ് ദ മ്യൂട്ടേഷൻ തിയറി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈവനിങ് പ്രൈം റോസ് എന്ന ചെടിയിൽ വർക്ക് ബേസ് ചെയ്തിട്ടാണ്, അതൊരു വൈൽഡ് വെറൈറ്റിയാണ്, അതിൻ്റെ വർക്ക് ബേസ് ചെയ്തിട്ടാണ് മ്യൂട്ടേഷൻ തിയറി ഓഫ് എവല്യൂഷൻ പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ഈവനിങ് പ്രൈം റോസിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഈനോതീറ ലാമാർക്കിയാന. ഈനോതീറ ലാമാർക്കിയാന, അതിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ട് വസന്ത കുസുമ ചെടി. ഫാമിലി ഫാബേസിയാണ്. ഇപ്പോൾ ഹ്യൂഗോ ഡി റീസ് പറയുന്നത് മ്യൂട്ടേഷൻ ഇസ് എ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം. മനസ്സിലായി? ഒരു ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പിൽ വരുന്ന പെട്ടെന്നുണ്ടാകുന്ന ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചാണ്. ഇപ്പോൾ ഹ്യൂഗോ ഡി റീസ് ബിലീവ്ഡ് ദാറ്റ് മ്യൂട്ടേഷൻ കോസസ് എവല്യൂഷൻ. അപ്പോൾ മ്യൂട്ടേഷൻ കാരണമാണ് എവല്യൂഷൻ ഉണ്ടായത്, അല്ലാണ്ട് മൈനർ വേരിയേഷൻസ്, മൈനർ ഇൻഹെറിറ്റബിൾ വേരിയേഷൻസ്, അൺനോട്ടീസബിൾ സ്മോൾ, ഇത് കാരണമല്ല എവല്യൂഷൻ ഉണ്ടായത്. ഇതാരാ പറഞ്ഞത്? ഡാർവിൻ. ഇപ്പോൾ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡി റീസ് തിയറി, ഇതാണ് എക്സാമിന് വേണ്ടത്. അക്കോർഡിംഗ് ടു ഹ്യൂഗോ ഡി റീസ് നമുക്ക് നോക്കാം. മ്യൂട്ടേഷൻ കോസസ് എവല്യൂഷൻ. അതായത് മ്യൂട്ടേഷൻ പറഞ്ഞാൽ എങ്ങനെയാണ്? സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ വിച്ച് ഇസ് സോൾട്ടേഷൻ. മ്യൂട്ടേഷൻസ് ആർ റാൻഡം ആൻഡ് ഡയറക്ഷൻലെസ്. ഒരു പ്രത്യേക എയിം വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക എയിം വെച്ചിട്ടല്ല. ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസ് കോസ് സ്പീസിയേഷൻ. അപ്പോൾ പലതരത്തിലുള്ള വേരിയേഷൻസ് പെട്ടെന്ന് ഉണ്ടാകുന്നതുകൊണ്ടാണ് പലതരം സ്പീഷീസ് ഉണ്ടാകുന്നത്. ദെൻ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡാർവിൻസ് തിയറി എന്താ അത്? മേജർ ഹെറിറ്റബിൾ വേരിയേഷൻസ് ഓൺലി ക്യാൻ കോസ് എവല്യൂഷൻ. അപ്പോൾ ലാർജ് ഹെറിറ്റബിൾ വേരിയേഷൻസ് ആണ് എവല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഡാർവീനിയൻ വേരിയേഷൻസ് ആർ സ്മോൾ ആൻഡ് ഡയറക്ഷണൽ. ഇപ്പോൾ ചെറുതാണ്, ഡയറക്ഷണലാണ്, അൺനോട്ടീസബിളാണ്. എവല്യൂഷൻ ഈസ് ഗ്രാജുവൽ. എവല്യൂഷൻ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്, അല്ലാണ്ട് ക്വിക്കായിട്ടല്ല. അപ്പം ഈ ഒരു ടേബിൾ എൻ്റെ രൂപത്തിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ മ്യൂട്ടേഷൻ ആൻഡ് ഡാർവീനിയൻ വേരിയേഷൻസ്. ഇപ്പോൾ മ്യൂട്ടേഷൻസ് മീൻസ് സഡൻ ചേഞ്ചസ്, ലാർജ് റാൻഡം ഡയറക്ഷൻലെസ് പെർമനൻ്റ് ചേഞ്ചസ്. ഡാർവീനിയൻ വേരിയേഷൻസ് എന്താണ്? ഗ്രാജുവൽ വേരിയേഷൻ, സ്മോൾ ആൻഡ് ഡയറക്ഷണൽ, ടെമ്പററി ഓർ പെർമനൻറ്റ് ബേസ്ഡ് ഓൺ എൻവയറമെൻറ്റൽ കണ്ടീഷൻസ്. അപ്പോൾ താങ്ക് യു മക്കളെ, തൽക്കാലത്തേക്ക് നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ബൈ, ടേക്ക് കെയർ.